ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോംബോ റെസിപ്പിയുമായിട്ടാണ്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഞാൻ ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കോംബോ ആയിട്ട് തുർക്കിഷ് ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രണ്ടും അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് അതിൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 30 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അടച്ചു വെച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൂടുതൽ വെള്ളം തോന്നുകയാണെങ്കിൽ തുറന്നിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഇനി ചിക്കൻ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ മെൽട്ടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഈ ബട്ടറിൽ മൈദ ഒരു 30 സെക്കൻഡെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. മൈദയുടെ ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. ഓവറായിട്ട് തിക്കാക്കിയിട്ട് എടുക്കേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കസൂരി മേത്തിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ കസൂരി മേത്ത ഏതാ നിങ്ങളെ കയ്യിലുള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആക്കിയ വൈറ്റ് സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ സോസ് ഞാൻ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചീസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്രയും ചേർത്ത് കൊടുക്കാം. ചീസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചീസും ചേർത്ത് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലായിട്ട് ചെറുതാക്കി കട്ടാക്കിയ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് ചീസ് ഒന്ന് മെൽട്ടാകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഇതിലിപ്പം ചിക്കനും ഒക്കെ നല്ലതുപോലെ തന്നെ കുക്കായിട്ടാണുള്ളത്. അതുകൊണ്ടൊന്നും കുക്കാനില്ല. ചീസൊന്ന് മെൽട്ടായാൽ മാത്രം മതി. ഇതിപ്പോൾ ചീസൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തുർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട നാനും കൂടി തയ്യാറാക്കിയിട്ടെടുക്കാം. നാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കണം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടാകുന്ന വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലിലേക്ക് 2.5 കപ്പ് മൈദ കണക്കായ അളവാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം.
ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ സമയം എടുത്ത് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റായിട്ടാണ് കുഴച്ചിട്ടെടുത്തതെന്ന്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പറയുന്നത്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള 8 ബോൾസാണ് ആക്കിയിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ബോൾസാണ് ആക്കിയെടുക്കുന്നതെങ്കിൽ അതിനെയും കാട്ടി കൂടുതലാക്കിയിട്ടെടുക്കാൻ പറ്റും. കൂടുതൽ ചെറുതാക്കാത്തതാണ് നല്ലത്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ മാത്രമാണ് ആക്കിയിട്ടെടുക്കുന്നത്. ഈ ഒരു സൈസിൽ ഒരു 8 ബോൾസൊക്കെ ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും കുറച്ച് ഇതുപോലെ മൈദ ഒന്ന് തൂകിയെടുത്ത് നമുക്ക് പരത്തിയിട്ടെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം അടിഭാഗം ചെറുതായി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗത്തും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുതാക്കി കട്ടാക്കിയ ചെറിയ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡ് നല്ലതുപോലെ തന്നെ കുക്കായതിനു ശേഷം നമുക്കിതൊന്ന് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് എല്ലാം പരത്തി നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടിട്ടെടുക്കാം. ഈ ഒരു കോംബോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കോംബോ തന്നെയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.